ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പാട്ടോ എഴുന്നേറ്റത്. കാരണം 5 മണിക്ക് തന്നെ അലാറം വെച്ച്, പക്ഷേ എഴുന്നേറ്റതോ 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അലാറം ഓഫാക്കിയിട്ട് കിടന്നുറങ്ങിയിട്ടോ. പിന്നെ ശരിക്കും നമ്മൾ ഈ അലാറം വെക്കുന്ന സമയത്ത് നമ്മൾ ഹോളിൽ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന കേട്ടോ നല്ലത്. നമ്മൾ അടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ട് ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കുമല്ലോ. അപ്പോൾ ടേബിളിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ വേഗം തന്നെ അവിടെ പോയി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ഓരോ ഉറക്കം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ എഴുന്നേൽക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഇന്നൊന്ന് കുറച്ചൊന്ന് വൈകിപ്പോയി. അപ്പോൾ ഇന്നതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഉലുവക്കഞ്ഞി ഈ കർക്കിടക മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ഞാനും ഏട്ടനും കുടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോൾക്ക് പിന്നെ ഞാൻ ചെറുപയർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപയർ വേവിച്ചിട്ട് ഒന്ന് വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾക്കത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉലുവക്കഞ്ഞിക്ക് ഞാനിതാ ഉലുവ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചാണ്. പിന്നെ ചെറിയ അരിയില്ലേ നെല്ലുത്തേരി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് അരി വേണമെങ്കിലും എടുക്കട്ടോ. ഞാനിപ്പോൾ ഈ അരിയെ മാത്രമേ എടുത്തത്. എന്നിട്ട് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ അരി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കും അങ്ങനെ ചോറൊന്നും അധികം ആവശ്യമില്ല, ആകെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ എന്തായാലും കൊണ്ടുപോകണ്ടേ. അപ്പോൾ അങ്ങനെ ഉലുവയും അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര പാനിയാക്കിയിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ സാധാരണ ചിലപ്പോൾ സമയത്ത് ഞാൻ തേങ്ങ ചിരവിയിട്ടാണ് ഇടാറ്. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു വറവും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കൽ എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ ഞാൻ. അപ്പോൾ ഒന്ന് ചുവന്നുള്ളിയില്ല, അത് മാത്രം ഒന്ന് നെയ്യിൽ വറുത്തിടുകയാണേ. അപ്പോൾ നെയ്യിൽ തന്നെ വറുത്തിട്ടാലേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉലുവ നടുവേദനയ്ക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കർക്കിടകത്തിലും ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ കുടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല രസം. അപ്പോൾ തേങ്ങാപ്പാൽ രാവിലെ എടുക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അധികം തേങ്ങ ചിരവിയിടാറാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെറുപയർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സോയ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. പിന്നെ സോയ ഫ്രൈയും ആണ് ഇന്നത്തെ കറിക്കുള്ളത്. മീനുണ്ട്, പക്ഷേ മീനൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ പണി നടന്നുകൊണ്ട് ുമ്പോൾ ഭയങ്കര മഴ കേട്ടോ, നല്ല മഴയാണ്. എങ്ങനെയാണ് ഞാൻ ഈ മഴയത്ത് ഇനിയിപ്പോൾ പോകാമെന്നാണ് ആലോചിക്കുന്നത്. രാവിലെ ഈ മഴയത്ത് പോകേണ്ട കാര്യം ആലോചിച്ചിട്ടാണ്. നമ്മൾ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പോകുന്ന സമയത്ത് ഇങ്ങനൊരു മഴയാകുമ്പോൾ ആകെ വെറുപ്പ് പിടിക്കൂലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ട് പോവാം. അപ്പം പിന്നെ എന്നാലും നനയും, എന്തായാലും കോട്ടിട്ടാലൊക്കെ നനയും. അപ്പം ഞാനിതാ സിറ്റ് ഔട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മളെ ഈ ചാരുപടിയിലൊക്കെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കർട്ടൻ ഇങ്ങനെ താത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുത്ത് തെറിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് ആദ്യമേ താത്തിടേണ്ടിയായിരുന്നു, പിന്നെ ഒരു ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് താഴ്ത്തിയിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ വെള്ളം കൂടെ തെറിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ആണ് ഇടുക, അല്ലെങ്കിൽ മേലേക്ക് തന്നെ ചുറ്റി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചാരുപടീൻ്റെ ഈ ടേബിളിലൊക്കെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇതൊക്കെ ഇപ്പോൾ പോവാൻ നേരമാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ശ്രീമോൾ അപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രീമോൾക്ക് ടാറ്റയും കൊടുത്ത് ഞാൻ പോവാണ്. അങ്ങനെ വണ്ടിക്ക് ആകെ പണിയായിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ വെള്ളവും കുണ്ടും ഒക്കെയാണ് എല്ലാ സ്ഥലത്തും. നമ്മളെ റോഡിൽ തന്നെ കണ്ട് നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓഫീസിലെത്തി കുറച്ച് സമയം അതങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.